ഈ ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു 2 മില്ലിമീറ്റർ മോണയെ കാണാവും. പക്ഷേ ഈ ഗമ്മി സ്മൈൽ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉള്ളവർ ചിരിക്കുമ്പോൾ 2 മില്ലിമീറ്റർ മേലെ മോണ കാണുന്നു, അധികമായി കാണുന്നു. അപ്പോഴെന്താണ് പ്രശ്നം? ഇവർ ചിരിക്കുമ്പം അതിനുള്ള ആ ഒരു ബ്യൂട്ടി ഇല്ല, അല്ലെങ്കിൽ അതിനൊരു വൃത്തിയില്ലെന്ന് പറയും. മിക്ക പേഷ്യൻസും ഗമ്മി സ്മൈൽ ഉള്ളവർ ചിരിക്കാറില്ല. ചിരിക്കുമ്പോൾ ചിരി അമർത്തിപ്പിടിച്ചായിരിക്കും, അല്ലെങ്കിൽ ചുണ്ടു പൊങ്ങാത്ത രീതിയിലായിരിക്കും അവർ ചിരിക്കാൻ നോക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം, അവരുടെ മുന്നിലത്തെ പല്ല് അധികമായി മുന്നോട്ടായിരിക്കും. സോ ഇതൊരു ഒരു 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 പ്രോബ്ലം തന്നെയാണ് ഇവരിലുള്ളത്. ഗമ്മി സ്മൈൽ നമുക്ക് സർജറി മുഖേന കറക്റ്റ് ചെയ്യാവുന്നതാണ്. അനുജ എന്ന് പറഞ്ഞ ഈ ഒരു പേഷ്യൻ്റെ ഞങ്ങളെ സമീപിക്കുന്നത് ഗമ്മി സ്മൈൽ, അല്ലെങ്കിൽ എനിക്ക് അധികമായി മോണ കാണുന്നു, പ്ലസ് മേളത്തെ താടിയെല്ല് വളരെ മുന്നോട്ടാണ്. അത് കാരണം അവർക്ക് ചുണ്ട് കൂട്ടിമുട്ടാൻ പറ്റുന്നില്ല. ബ്രീത്തിങ് വാവഴിയാണ് കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത്. മുഖത്തിനൊരു സൗന്ദര്യമില്ല, വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, ഒരു പോസിറ്റീവ് എനർജി ഇല്ല. എൻ്റെ പേര് അനുജ, ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. എൻ്റെ മോണ പൊങ്ങിയതായത് കാരണം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. വായടയ്ക്കാനും തുറക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഈ കേസ് ഏറ്റെടുത്തു. ഞങ്ങളെല്ലാം കേസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ഒരു ഡിജിറ്റലി സിമുലേഷൻ സർജറി മുഖേന നമ്മൾ കമ്പ്യൂട്ടറിൽ ആ സർജറി ചെയ്തു. എങ്ങനായി വരും ഈ പേഷ്യൻറ്റിൻ്റെ മുഖം സർജറിക്ക് ശേഷം നമുക്ക് പേഷ്യൻറ്റിനെ കാണിച്ചു കൊടുത്തു. അവർ വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. ഞാനിവിടെ വന്നു, ഡോക്ടർ മാത്യുവിനെ കണ്ടു, അങ്ങനെ സർജറി ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഗമ്മി സ്മൈൽ കറക്ഷൻ സർജറിക്ക് പ്രവേശിപ്പിച്ചത്. സർജറിക്ക് ശേഷം 3-ാമത്തെ ദിവസം വീട്ടിൽ പോയി, ഒരാഴ്ച റെസ്റ്റ്. അതിനുശേഷം ആ പേഷ്യൻ്റ് അവർ റുട്ടീൻ വർക്കിലേക്ക് പ്രവേശിച്ചു. ഞാൻ സർജറി കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് പണ്ടത്തെ പോലെയല്ല, വാ കൂട്ടിയടച്ച് ചിരിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ വാ എപ്പോഴും അടങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നി ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ. 3 മാസത്തിന് ശേഷം വന്ന ആ ഒരു ഫേസ് നിങ്ങൾ കണ്ടു നോക്കൂ. ഹൗ ഷീ ഹാസ് ചേഞ്ച്ഡ്. ആ ഗമ്മി സ്മൈൽ പോയി, നോർമൽ ചിരികളായി, കോൺഫിഡൻസ് കൂടി. നൗ ഷീ ഈസ് വെരി ഫുൾ ഓഫ് എനർജി. സോ ഇതാണ് ഒരു ജോ സർജറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന റിസൾട്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളെ സമീപിക്കുക. വി ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. എനിക്ക് ചെയ്തതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് ചെയ്തു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നേരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നു. എല്ലാവർക്കും ഇപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതായത് ഡോക്ടേഴ്സുമാർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നല്ലതുപോലെ ചെയ്ത എല്ലാ ഡോക്ടേഴ്സുമാരും, പ്രത്യേകിച്ച് മാത്യു ഡോക്ടറും പിന്നെ കൂടെ വർക്ക് ചെയ്ത ഡോക്ടേഴ്സുമാരും എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തു. എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരോടും ഈ ഹോസ്പിറ്റലിലേക്ക് മാത്യു ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു.